അങ്ങനെ നമ്മൾ സിംഗപ്പൂർ എയർപോർട്ടിൽ നിന്ന് MRT കാർഡൊക്കെ എടുത്തു. അപ്പോൾ അതിനുശേഷം നമ്മൾ MRT കയറി ഇങ്ങനെ കുറച്ച് സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ ചുമ്മാ കണ്ടുകൊണ്ട് നടക്കുവാണ്. ഇപ്പോൾ നെക്സ്റ്റ് നമ്മൾ വിവോസിറ്റിയിൽ എത്തിയിരിക്കുകയാണ്. വിവോസിറ്റി അവിടുത്തെ ഒരു വ്യൂ ആണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നോക്കിയാൽ നമുക്ക് കുറേ സ്ഥലങ്ങളൊക്കെ കാണാം. സെന്തോസ അവിടെ കാണുന്നതാണ് സെന്തോസ. പിന്നെ ഇത് ഇവിടെ ഇങ്ങനെ തിരിഞ്ഞ് വരുമ്പോൾ കേബിൾ കാറൊക്കെ കാണാം. കേബിൾ കാർ പോകുന്നുണ്ട് അതിലൂടെ. അതിലെല്ലാം ഇനി പോകണം. ഇനി എല്ലാം പോയി കാണേണ്ടതാണ് ഇന്നും നാളെയൊക്കെ ആയിട്ട്. നമ്മളൊരു 3 ദിവസം ഇവിടെ ഉണ്ട്. അപ്പോൾ നമുക്ക് അതിനിടയ്ക്ക് ഇവിടെ എല്ലാം പോയി ഡീറ്റെയിൽ ആയിട്ട് കാണാം. അപ്പോൾ നമ്മുടെ സിംഗപ്പൂർ കാഴ്ചകളിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. നമ്മളങ്ങനെ വിവോസിറ്റിയിലെ കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ നടക്കുകയാണ്. വിവോസിറ്റി എന്ന് പറയുന്നത് മെയിനായിട്ടും നമ്മൾ സിംഗപ്പൂർ ഒരു ട്രിപ്പിന് വരുന്ന സമയത്ത് കണ്ടിരിക്കേണ്ട ഒരു നല്ലൊരു അട്രാക്ഷനാണ്. ഞാനിവിടെ 2ാമത്തെ പ്രാവശ്യമാണ് വരുന്നത്. ആക്ച്വലി ഞാൻ ഇതിനു മുമ്പ് ഒരു പ്രാവശ്യം ഇവിടെ വന്നിട്ടുണ്ട് സിംഗപ്പൂർ. അപ്പം എൻ്റെ ഹസ്ബൻഡ് വിജേഷ് ഇവിടെ സിംഗപ്പൂരായിരുന്നു നേരത്തെ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഒരു പ്രാവശ്യം ഞാനിവിടെ വന്നിട്ടുണ്ട് നേരത്തെ. ഇത് 2ാമത്തെ പ്രാവശ്യമാണ് ഇവിടെ വരുന്നത്. ഓക്കെ, അങ്ങനെ നമ്മൾ ഇത്രയും നേരം ഉണ്ടായിരുന്നത് വിവോസിറ്റിയുടെ ടോപ്പിലായിരുന്നു. നമ്മൾ അവിടെ നിന്ന് ഇപ്പം വിവോസിറ്റിയുടെ ഉള്ളിലോട്ട് വന്നിരിക്കുകയാണ്. ഇതിനുള്ളിൽ ഒത്തിരിയേറെ കാഴ്ചകളുണ്ട് കാണാൻ. നമ്മളങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് നടക്കുകയാണ്. ഇതിനകത്ത് ഷോപ്പിംഗ് മോൾസ് ഉണ്ട്. നമുക്ക് ഓൾമോസ്റ്റ് എല്ലാ തരത്തിലുള്ള ഷോപ്പുകളും ഇവിടെ അവൈലബിൾ ആണ്. പിന്നെ ഇവിടെ മെയിനായിട്ടും ഒരു ഫേമസ് ആയിട്ടുള്ളൊരു തിയേറ്റർ ഉണ്ട്, ഗോൾഡൻ തിയേറ്റർ. പിന്നെ നമ്മുടെ മമ്മൂട്ടിയുടെ സിനിമ ലവിങ് സിംഗപ്പൂർ, അതിൻ്റെ കുറച്ച് ഭാഗങ്ങളെല്ലാം ഷൂട്ട് ചെയ്തിരിക്കുന്നത് ഈ വിവോസിറ്റിയിൽ നിന്നാണ്. നമ്മളങ്ങനെ വിവോസിറ്റിയിലെ കാഴ്ചകൾക്ക് ശേഷം എല്ലാവരും കുറച്ച് ടയേർഡായി. നമ്മളങ്ങനെ ഹോട്ടലിലോട്ട് വന്നിരിക്കുകയാണ്. ഇവിടെ ഒന്ന് ഫ്രഷായി ഒന്ന് റെസ്റ്റ് ചെയ്തതിന് ശേഷം നമ്മൾ വീണ്ടും യാത്ര തുടരുന്നതാണ്. നമുക്കിവിടെ ഹോട്ടലിലൊരു 3 ദിവസത്തേക്ക് നമ്മൾ റൂം എടുത്തിട്ടുണ്ട്. ഇത് ബുഗീസ് എന്ന് പറയുന്ന സ്ഥലത്താണുള്ളത്. അങ്ങനെ ഫ്രഷപ്പായി അതിനുശേഷം നമ്മൾ വീണ്ടും പുറത്തോട്ട് ഇറങ്ങിയാണ്. നല്ല വെയിലാണ് പുറത്ത്. നമ്മൾ ടാസ്മാനിയയിൽ നിന്ന് വന്നതുകൊണ്ടും അവിടെ വരുന്ന സമയത്ത് നല്ല തണുപ്പായിരുന്നു. പെട്ടെന്ന് നമ്മളിങ്ങനെ ഹോട്ട് വെതറിലോട്ട് വന്നപ്പോഴത്തേക്കും എല്ലാവരും നന്നായിട്ട് ടയേർഡാണ്. നമ്മളിപ്പം ലിറ്റിൽ ഇന്ത്യയിലോട്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടുന്ന് ഒരു 5-10 മിനിറ്റ്സ് വോക്കുണ്ട്. നമ്മുടെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് നമുക്ക് ശരിക്കും എല്ലാവരും വിശക്കുന്നുണ്ട്. അപ്പം നമുക്ക് അവിടെ പോയി എന്തെങ്കിലും ഒരു ഇന്ത്യൻ ടൈപ്പ് ഫുഡുകളൊക്കെ അവിടെ അവൈലബിൾ ആണ്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഫുഡൊക്കെ കഴിച്ച് നമുക്ക് യാത്ര തുടരാം.
ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു. ഇനി നമ്മുടെ നെക്സ്റ്റ് പ്ലാൻ എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മൾ കേബിൾ കാറിൽ കയറാനാണ്. അപ്പോൾ അതിനുവേണ്ടി നമ്മുടെ ഒരു ഫ്രണ്ട് നമ്മളെ കാണാൻ വേണ്ടി വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ചേട്ടന് വേണ്ടി വെയിറ്റ് ചെയ്യുവാണ്. ആ സമയത്ത് ഇവിടെ ഒത്തിരി ടോയ്സും ഒക്കെയുള്ള കടകളും ഒക്കെ ഉണ്ട്. നമ്മൾ ഇവാനൊക്കെ അവിടെ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ നമ്മളിപ്പോൾ ഹാർബർ ഫ്രണ്ടിലാണുള്ളത്. രതീഷേട്ടനും വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഇവിടുന്ന് കേബിൾ കാറിൽ കയറാനുള്ള ടിക്കറ്റ് എടുത്തു. അതിനുശേഷം നമ്മളൊരു ലിഫ്റ്റിൽ കയറി 15ാമത്തെ നിലയിൽ ആണ് ഇതിൻ്റെ സ്റ്റേഷനുള്ളത്. നമ്മൾ അങ്ങോട്ട് പോവുകയാണ്. നമ്മളങ്ങനെ കേബിൾ കാറിൽ കയറി സിംഗപ്പൂരിൻ്റെ ആകാശ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആണ് കാഴ്ചകളൊക്കെ കാണാൻ. തന്നെ ഇത് ഒത്തിരി ഹൈറ്റിലൂടെ പോകുന്നതുകൊണ്ട് നമുക്ക് ആ ഒരു ഉള്ളിലൊരു പേടി ഒരു ഫീലിംഗ് വരുന്നുണ്ട്. പക്ഷെ എന്നാലും കാണാൻ നല്ല രസമാണ്. കാരണം നമ്മൾ ഒത്തിരി ഹൈറ്റിൽ നിന്നാണ് കാണുന്നത്. സിംഗപ്പൂരിൻ്റെ മോസ്റ്റ് ഓഫ് ദ പാർട്ട് നമുക്ക് ഇവിടെ നിന്ന് തന്നെ കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ ഇത് ഒത്തിരി ക്യാബിൻസ് ഉണ്ട്. ഒത്തിരി ക്യാബിൻസ് ഇങ്ങനെ വന്നു പോയി നിൽക്കുന്നു. അതിനകത്ത് ഒരു ക്യാബിനിൽ തന്നെ നമുക്ക് മാക്സിമം 8 പേഴ്സണാണ് കയറാൻ പറ്റുന്നത്. പക്ഷെ നമ്മളിപ്പോൾ 4 പേരെ ഉള്ളൂ ഇതിനകത്ത്. അതുകൊണ്ട് നല്ല പ്രൈവസി ഉണ്ട്. അവർ ഫാമിലീസിനെ ഒരു ക്യാബിനായിട്ട് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് നല്ല പ്രൈവസി ഉണ്ടായിരുന്നു. കാഴ്ചകളൊക്കെ കണ്ട് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു സൈസ് പനയല്ലേ? നമ്മൾ വേറെ കേബിൾ കാറാണ്, സിന്തോസിന്റെ ഉള്ളിൽ കൂടെ ഉള്ളത്. അവിടെ സൈഡിലൊരു ബീച്ച് ഉണ്ട്. ആ പഴയ ഹൗസ് ഉണ്ട്. അവിടെ കുളിക്കാം, നീന്താൻ പറ്റും. ആ പഴയ ഹൗസ് ഉണ്ട്.
അങ്ങനെ ഈ കേബിൾ കാറിൽ മെയിനായിട്ടും 6 സ്റ്റേഷനാണുള്ളത്. ഓരോ സ്റ്റേഷനിലും നമുക്ക് ഇറങ്ങി അവിടെയുള്ള കാഴ്ചകളൊക്കെ കണ്ട് വീണ്ടും തിരിച്ച് ആ സ്റ്റേഷനിൽ തന്നെ വന്ന് നമുക്ക് വീണ്ടും അടുത്ത കേബിളിൽ കയറി യാത്ര കണ്ടിന്യൂ ചെയ്യാവുന്നതാണ്. അങ്ങനെ നമ്മളൊരു ഇപ്പം സിലോസോ ബീച്ച് എന്ന് പറയുന്ന ഒരു ബീച്ചിലെത്തിയിരിക്കുകയാണ്. ഇവിടെയുള്ള ഒരു സ്റ്റേഷനാണ്. നമ്മൾ അങ്ങനെ ഇവിടെ പുറത്തിറങ്ങി ഇവിടെയുള്ള കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടി നമ്മൾ ഈ മെയിനായിട്ട് ബീച്ചിൻ്റെ സൈഡിലോട്ടൊന്ന് പോകാൻ വേണ്ടിയിട്ടുള്ള പ്ലാനിലാണ്. സോ നമ്മളിതിപ്പോൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ സിംഗപ്പൂരത്തെ ഒരു മനോഹരമായ സായാഹ്നം. സന്ധ്യയായി വരുന്നു. ഒത്തിരി ആൾക്കാരൊന്നുമില്ല ബീച്ചിൽ. നമ്മളിങ്ങനെ നടന്ന് കണ്ട് ആസ്വദിച്ച് നടക്കാൻ പറ്റുന്ന ഒരു അറ്റ്മോസ്ഫിയറാണ്. ഒത്തിരി ആൾക്കാരൊന്നുമില്ല. ഇത് കണ്ടിട്ട് ഇവിടെ എന്തൊക്കെയോ ഒരു ഫങ്ഷൻസ് ഒക്കെ നടക്കാൻ വേണ്ടിയിട്ടൊക്കെ ഇങ്ങനെ ആക്കി വെച്ചിരിക്കുന്നത് പോലെ തോന്നുന്നു. പക്ഷെ ഇപ്പോൾ അവിടെ ആൾക്കാർ വളരെ കുറവാണ്. എനിക്ക് തോന്നുന്നു വീക്കെൻഡ് ഒക്കെ ആയിരിക്കും കൂടുതലും ആൾക്കാരിങ്ങനെ ഇറങ്ങുന്നത്. അവിടെ ഒരു ബീച്ച് സൈഡുണ്ട്. നമുക്ക് അത്യാവശ്യം വെള്ളത്തിലൊക്കെ ഇറങ്ങാം, വേണ്ടവർക്ക് കുളിക്കാം. ഓൾറെഡി ഇന്ന് രാത്രി ആയതുകൊണ്ടും നമ്മൾ പിന്നെ ഒരു ദിവസത്തേക്ക് അത് മാറ്റി വെച്ചിരിക്കുകയാണ്. നമ്മളങ്ങനെ അതിമനോഹരമായ ഒരു ഗാർഡനിൽ എത്തിയിരിക്കുകയാണ്. ഒത്തിരി നല്ല ഓർഗനൈസ്ഡ് ആയിട്ടാണ് അവർ അവരുടെ പ്ലാന്റേഷൻസും ചെടികളും എല്ലാം മെയിൻറ്റെയിൻ ചെയ്യുന്നത്. നല്ല ഭംഗിയാണത് കാണാൻ. നമുക്ക് എത്ര കണ്ടാലും മടുക്കത്തില്ല. നമ്മളങ്ങനെ സിംഗപ്പൂരിൻ്റെ കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇനിയും ഒത്തിരി കാഴ്ചകൾ വരാനുണ്ട്. തൽക്കാലം നമ്മുടെ വീഡിയോ ഇന്നത്തേക്ക് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. Thank you so much for watching. We'll see you on next video.